ശബരിമലയിലെ പൂജാദ്രവ്യ കൊള്ളക്കേസിൽ ദേവസ്വം വിജിലൻസിനെതിരെ ബോർഡിൽ നീക്കങ്ങൾ നടത്തുകയാണ്. വിജിലൻസ് എസ്.പി. വി. സുനിൽകുമാറിനെ നീക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാകുന്നു. ആരോപണ നിഴലിലുള്ള സർക്കാർ അനുകൂല സംഘടനാ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം പുറത്തുകൊണ്ടുവന്ന ഉദ്യോഗസ്ഥനെതിരെ നീക്കം നടക്കുന്നത്. അഴിമതി സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് നൽകിയ രഹസ്യ റിപ്പോർട്ടുകൾ പൂഴ്ത്തിയതായും സംശയമുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ എസ്.പിക്ക് എതിരായിട്ടൊരു സംഘടിത നീക്കം നടക്കുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പക്ഷേ ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം? രാഷ്ട്രീയ പ്രേരിതമായത്, രാഷ്ട്രീയ തലത്തിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി സംഭവിക്കുകയാണ്? എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതുതായി ഇന്ന് പുറത്തുവിടാനാകുന്ന വിവരങ്ങൾ? അക്ഷയ, കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിലെ വലിയൊരു അഴിമതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തു. അത് മറ്റൊന്നുമല്ല, സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം മറ്റൊരു അഴിമതി ശബരിമല കേന്ദ്രീകരിച്ച് പുറത്തു വരികയാണ്. അത് പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടാണ്. അതിൽ 10 വർഷത്തെ കണക്കുകൾ അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, സുനിൽസ്വാമി എന്ന് അറിയപ്പെടുന്ന വ്യക്തി അടക്കം ശബരിമലയിൽ എന്താണ് പ്രാധാന്യം എന്നതടക്കം പരിശോധിക്കാനും അവിടെ സ്ഥിരമായി അവിടുത്തെ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം പല തസ്തികകളിൽ ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെത്ര കാലമായി ശബരിമലയിൽ തുടരുന്നു എന്നതടക്കം ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഉദ്യോഗസ്ഥർ ദീർഘകാലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്നത് അത് സതുദ്ദേശത്തോടെയല്ല, അത് സുതാര്യമായ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതി ഉത്തരവിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എസ്.പി. വി. സുനിൽകുമാറിനെതിരെ ഒരു അണിയറ നീക്കം ദേവസ്വം ബോർഡിൽ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ജയിലിലൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പല തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വലിയ അഴിമതിയുടെ വിവരങ്ങളാണ്. അപ്പോൾ അതിൽ നിലവിൽ അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ അനുകൂലമായ സംഘടന, ആ സംഘടനയുടെ നേതാക്കളടക്കം ഈ കേസിൽ കുടുങ്ങും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എസ്.പിയെ നീക്കം ചെയ്തുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയൊരു എസ്.പി വന്നാൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വി. സുനിൽകുമാർ എന്ന് പറയുന്നത് കുറച്ച് കാലമായി ശബരിമല കേന്ദ്രീകരിച്ച് ദേവസ്വത്തിൻ്റെ കൃത്യമായ അന്വേഷണങ്ങളൊക്കെ നടത്തി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റാനുള്ള അണിയറ നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പൂജാദ്രവ്യങ്ങളിലെ ക്രമക്കേട് കണ്ടെത്തിയതാണ്. അതിൽ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഒരുങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ സർക്കാരിലുള്ള രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി സംഘടനാ നേതാക്കൾ അതിനുള്ള അണിയറ നീക്കം, എസ്.പിയെ മാറ്റാനുള്ള നീക്കം തുടങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വി. സുനിൽകുമാർ എന്ന് പറയുന്നത്, സർക്കാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിജയിക്കാൻ സ്വർണം കെട്ടവനാരപ്പായി. ഇപ്പൊ സ്വർണം മാത്രമല്ല, മറ്റു പലതും കൊള്ള ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിനായി വോട്ട് രേഖപ്പെടുത്തിയതിൽ അതും ഒരു ഘടകമായിട്ടുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ സമ്മർദ്ദങ്ങളും ഈ നീക്കങ്ങളും നടക്കുന്ന അനുസരിച്ച് ഈ സർക്കാരിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായി വ്യക്തമാവുകയാണ്, അല്ലേ? കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളൊക്കെ ഈ ആരോപണത്തിനിലേക്ക് വരും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആരെങ്കിലും പ്രതി ചേർത്തുള്ള കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഈ പൂജാദ്രവ്യം, പ്രത്യേകിച്ച് അഷ്ടാഭിഷേകത്തിൻ്റെ ദ്രവ്യങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചത്. അപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിപ്പോയി. വ്യാപകമായ ക്രമക്കേടാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകൾ, ഈ റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർക്കാണ് വിജിലൻസ് നൽകിയത്. സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അത് പരിഗണിച്ച് ഒരു ഉത്തരവ് തന്നെ പുറത്തിട്ടു. അതായത് 10 വർഷത്തെ അഷ്ടാഭിഷേകത്തിൻ്റെ ദ്രവ്യങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട 10 വർഷത്തെ കണക്കുകൾ കോടതിയിൽ ഹാജരാക്കണം. അത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധിച്ച കണക്കുകൾ, എത്രത്തോളം നഷ്ടം സംഭവിച്ചു എന്ന കണക്കുകൾ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 10 വർഷത്തെ കണക്കിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഉറപ്പായും ഉദ്യോഗസ്ഥർ അതിൽ പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അതിൽ അഴിമതിയുണ്ട്, ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, സുനിൽസ്വാമി എന്നയാൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനം ചെലുത്തി അവിടെ ഈ ദ്രവ്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിതരണ ശൃംഖല തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കോടതി തന്നെ ചോദിക്കുന്നു, ഈ സുനിൽസ്വാമി എങ്ങനെയാണ് ഈ സാധനങ്ങൾ ശബരിമലയിൽ സപ്ലൈ ചെയ്യുന്നത്? മാത്രമല്ല, അയാൾ സപ്ലൈ ചെയ്യുന്ന
ദ്രവ്യങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിശോധനകൾ ഉണ്ടോ എന്നൊക്കെ കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായ അഴിമതി അവിടെ ഈ പൂജാദ്രവ്യങ്ങളുടെ പൂജകളുടെ മറവിൽ നടക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. ആ സമയത്താണ് ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പുകയ്ക്കാനുള്ള അണിയറ നീക്കം. മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ് ഏതാണ്ട് 500ഓളം രഹസ്യ റിപ്പോർട്ടുകൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട രഹസ്യ റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലൊന്നും ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടുകളെല്ലാം പൂഴ്ത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാതെ, നിലവിലിപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലായിടത്തും ഉടച്ചുവാർക്കൽ, പൊളിച്ചുപണി, പുനരന്വേഷണം, തുടരന്വേഷണം, അങ്ങനെ പല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ തലത്തിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് പ്രതീക്ഷയാകാമോ? അപ്പോൾ സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമല്ല. സർക്കാരിന്റെ ഇപ്പോൾ ദേവസ്വം മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത് കെ മുരളീധരനാണ്. അപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ തന്നെ അത്തരം ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഈ നിലവിൽ ഇത്രയും രഹസ്യ റിപ്പോർട്ടുകൾ നൽകിയിട്ടും അതിലൊരു നടപടിയും ബോർഡ് എടുക്കാതെ പൂഴ്ത്തിവെച്ച് അതിൽ അടയിരുന്നത് കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഈ പൂജാദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി അതിനകത്ത് ക്രമക്കേട് കണ്ടെത്തിയ ആ റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ നേരെ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയത്. അതിൽ ബോർഡിന് അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഹൈക്കോടതിയിലേക്കാണ്. കാരണം ഒരുപാട് റിപ്പോർട്ടുകൾ കൊടുത്തു, അതിലൊന്നും ബോർഡ് തീരുമാനമെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഒടുവിൽ മറ്റൊരു വഴി കണ്ടെത്തിയത്, നേരെ ഹൈക്കോടതിയെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അഷ്ടാഭിഷേകത്തിന്റെ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ SP-യെ മാറ്റുക എന്ന് പറയുമ്പോൾ, അക്ഷയ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ആ വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ്? ഈ 2025 അവിടുത്തെ ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ രംഗത്ത് വരുന്നത്. അതിൽ പീഠങ്ങളും കാണാനില്ല എന്ന്. ആ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒളിപ്പിച്ചു വെച്ചത്. അത് അയാളുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത്. ശബരിമലയിലെ 2019 മുതൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ള എന്ന വലിയ മഞ്ഞുമല മുഴുവൻ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ വെളിവാക്കി കൊടുത്തത് ഈ ദേവസ്വം വിജിലൻസ് SP V സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. പിന്നീടാണ് അവർ കണ്ടെത്തിയ കണ്ടെത്തലിന്റെ അന്വേഷണത്തിന്റെ വ്യാപ്തി കണ്ടുകൊണ്ടാണ് അത് പിന്നീട് SIT-ക്കൊക്കെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ നീക്കം നടക്കുന്നത്. ഞാൻ അനന്തനിലേക്ക് എത്താം.